ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എ ഡേ ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗാണ് കേട്ടോ, മിനി വ്ളോഗാണ്. നമുക്കിന്നൊരു ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഓവർ റെഡി ആയിട്ടൊന്നുമില്ല, കാരണം നമ്മൾ പോകുന്നത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ടാണ്. സോ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയൊരു പറ്റാണ്ട്, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ പോയതാണ്. പോയപ്പോൾ ഇത് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനല്ലാതായിപ്പോയി. ലിപ്സ്റ്റിക്കൊക്കെ പോകുമല്ലോ എന്തായാലും, അപ്പോൾ പിന്നെ ആ ഒരു പണിക്ക് നിന്നില്ല കേട്ടോ. നമ്മൾ പോകാമെന്നൊക്കെ വെച്ച് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പല്ലിലൊരു ബ്ലാക്ക് കളർ സ്റ്റെയിൻ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണ് കൊണ്ടുപോയത്. സെക്കൻഡ് ടൈമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പ്രോപ്പർ ഡോക്ടർ പറഞ്ഞതുപോലെ പല്ല് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയില്ല. പിന്നെ വേറൊരു ഹൈഡ്രോക്ലോറിക്കിൻ്റെ ഒരു സാധനം കൂടെ വായിലിങ്ങനെ കുപ്പിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ആ ഒരു ബ്ലാക്ക് സ്റ്റെയിൻ വന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു കറക്റ്റ് നമുക്ക് ആ പല്ല് ടേക്ക് കെയർ ചെയ്യണം. ലൈക്ക് മുഖം മാത്രം എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പല്ലും കൂടെ നോക്കണേ. അപ്പോൾ ഇവക്കുണ്ടായിരുന്നു സെയിം സാധനം. അങ്ങനെ അതൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഇപ്പം ഈ അടുത്താണ് കേട്ടോ ആ ടൂത്ത് പേസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അത് കുറേ പേർക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെയിൻ വരാതിരിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിനുവേ നമുക്ക് അതൊന്നും ട്രൈയും കൂടെ ചെയ്ത് നോക്കാം. അതെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരട്ടെ എന്നിട്ട് പറയാം കേട്ടോ. അതിനുശേഷം നമ്മൾ വന്നു കഴിഞ്ഞ് റെട്രോ മൂവി കണ്ട്. ഇത് കാണാൻ കുറേ തിയേറ്ററിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ തിയേറ്ററിൽ പോകാനൊന്നുമില്ല. ഒരു ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയത്.